ഹലോ. അപ്പോൾ വീണ്ടും ഒരു ക്രിക്കറ്റ് വിശേഷം തന്നെയാണ് കേട്ടോ. മറ്റൊന്നും തോന്നരുത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. ഗംഭീർ വന്നതിന് ശേഷം ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ തുടർന്ന് വിവാദങ്ങൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഋഷഭ് പന്തിനെ കുറിച്ച് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ 3 ഫോർമാറ്റുകളിലും ഋഷഭ് പന്തിന്റെ ബാക്കപ്പായിട്ട് പുതിയൊരു വിക്കറ്റ് കീപ്പറെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് BCCI. ഋഷഭിനെ മാറ്റി നിർത്തിയാൽ നിലവിൽ എല്ലാ ഫോർമാറ്റുകളിലും കളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പർ ഇന്ത്യക്കില്ല എന്നത് ഒരു പോരായ്മ തന്നെയാണ്. T20, ഏകദിനം, ടെസ്റ്റ് എന്നിവയിലെല്ലാം വ്യത്യസ്ത താരങ്ങളാണ് ബാക്കപ്പുകളായി ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നതും. ഇതേ തുടർന്നാണ് ഋഷഭിന് ബാക്കപ്പായി ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയറെയും BCCI തിരഞ്ഞത്. പിന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. ഒടുവിൽ ആ താരത്തെയും ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് വിവരം. ആരാണ് അത് എന്ന് വല്ല നിശ്ചയവുമുണ്ടോ? എന്നാൽ പറഞ്ഞു തരാം. യുവതാരം ധ്രുവ് ജുറേലാണ് എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ പുതിയ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി വരുന്നത്. ഇതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും പുതിയ കോച്ച് ഗൗതം ഗംഭീറോ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറോ നടത്തിയിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് BCCIയുടെ പ്ലാൻ എന്നാണ് ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത്. KL രാഹുൽ, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ എന്നിവരെയെല്ലാം പിന്തള്ളിയാണ് ഇന്ത്യയുടെ ഭാവി വിക്കറ്റ് കീപ്പറായി ജുറേൽ വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ റോളിന് ഉത്തർപ്രദേശിൽ നിന്നുള്ള യുവ വിക്കറ്റ് കീപ്പർ അർഹനാണോ? അതേക്കുറിച്ചുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ജുറേലിന്റെ കഴിവ് ഇനിയും വേണ്ടത്ര പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം 2 ഫോർമാറ്റുകളിലായി വെറും 5 മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള അനുഭവ സമ്പത്ത് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ ഇതിൻ്റെ പേരിൽ മാത്രം ജുറേൽ മിടുക്കനല്ലെന്ന് പറയുവാനും സാധിക്കില്ല. ഈ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ അദ്ദേഹം 3 ടെസ്റ്റുകളും 2 T20കളുമാണ് ഇതിനകം കളിച്ചിട്ടുള്ളത്. ഈ വർഷം ആദ്യം ഇംഗ്ലണ്ട് ടീം ഇന്ത്യയിലെത്തിയപ്പോഴാണ് 5 ടെസ്റ്റുകളുടെ പരമ്പരയിലൂടെ ജുറേൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത്. ഋഷഭ് പരിക്കേറ്റ് പുറത്തായതുകൊണ്ട് ഈ പരമ്പരയിൽ KS ഭരത്തായിരുന്നു ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. റിസർവ് നിരയിലായിരുന്നു ജുറേലിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ പരമ്പരയിൽ അദ്ദേഹത്തിന് അരങ്ങേറാൻ സാധിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല. ആദ്യ 2 ടെസ്റ്റിലും ഭരത് ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയതോടെ ജുറേലിനെ പ്രധാന ടീമിലേക്ക് ഇന്ത്യ പ്രമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. 3-ാം ടെസ്റ്റിലൂടെ താരം അരങ്ങേറുകയും ചെയ്തു. കന്നി ടെസ്റ്റിൽ തന്നെ ലോവർ ഓർഡറിൽ 46 റൺസോടെ വരവറിയിക്കാൻ ജുറേലിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ 5 വിക്കറ്റിന് ജയിച്ച 4-ാം ടെസ്റ്റിലാണ് ജുറേലിന്റെ യഥാർത്ഥ മികവ് ലോകം കണ്ടത്. 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 7-ന് 177 വീണപ്പോൾ രക്ഷകനായത് ജുറേലായിരുന്നു. ഇംഗ്ലീഷ് ബൗളിങ്ങിനെ ചങ്കൂറ്റത്തോടെ നേരിട്ട അദ്ദേഹം 90 റൺസുമായി ടീമിന്റെ ഹീറോയായി മാറി. 2-ാം ഇന്നിംഗ്സിൽ പുറത്താവാതെ 39 റൺസും ജുറേൽ സ്കോർ ചെയ്തിരുന്നു. ഈ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ചായും അദ്ദേഹം മാറി. ജുറേലിന്റെ പക്വതയും സമ്മർദ്ദ ഘട്ടങ്ങളിലും അഗ്രസീവായി ബാറ്റ് ചെയ്യാനുള്ള കഴിവും കാണിച്ചു തന്ന ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണ് ഈ മത്സരം. ഋഷഭുമായി ചില സാമ്യതകളും അദ്ദേഹത്തിൽ നമുക്ക് കാണാനൊക്കെ സാധിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതേ രീതിയിൽ വലിയ ഇന്നിംഗ്സുകൾ തൻ്റെ സ്വതസിദ്ധമായ അഗ്രസീവ് ശൈലിയിൽ കളിക്കുന്നയാളാണ് ഋഷഭ്. ജുറേലിനും ഇതേ കഴിവുണ്ടെന്ന ഇംഗ്ലണ്ടുമായുള്ള പരമ്പര ശരിവെക്കുന്നുണ്ട്. വിക്കറ്റ് കീപ്പിങ്ങിലെ ജുറേലിന്റെ കഴിവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല ഋഷഭിനെ പോലെ ബാറ്റിങ്ങിൽ ഏത് പൊസിഷനിലും കളിക്കാനുള്ള കഴിവും ജുറേലിനുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ ഓപ്പണറായി ഉൾപ്പെടെ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം. ആഭ്യന്തര ക്രിക്കറ്റിലും ജുറേലിന്റെ പ്രകടനം ശ്രദ്ധേയമാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 18 മത്സരങ്ങളിൽ നിന്നും 49 ശരാശരിയിൽ ഒരു സെഞ്ചുറിയും 6 50കളും അടക്കം 980 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ലിസ്റ്റ് എയിൽ 10 കളിയിൽ നിന്നും 47.25 ശരാശരിയിൽ നിന്ന് 189 റൺസും ജുറേൽ സ്കോർ ചെയ്തു. 2020ൽ 40 മത്സരങ്ങളാണ് താരം കളിച്ചത്. ഇവയിൽ നിന്നും 2 50കളടക്കം 445 റൺസും നേടി. ഇവയെല്ലാം വിലയിരുത്തുമ്പോൾ തീർച്ചയായും ഋഷഭിന്റെ പിൻഗാമിയാവാൻ
അനുയോജ്യനായ താരം തന്നെയാണ് ജുറൈലെന്ന് ഉറപ്പിക്കാം. ഫോമും ഫിറ്റ്നസും നിലനിർത്താനായാൽ ദീർഘകാലം ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും.